സ്ഥാനത്ത് നിന്നും മാറ്റിയതല്ല മാറിയതെന്ന് ഇ.പി. ജയരാജൻ സ്വയം തീരുമാനിച്ചാണ് മാറിയത്. കൺവീനർ എന്ന നിലയിൽ വീഴ്ച പറ്റിയിട്ടില്ല. എം.വി. ഗോവിന്ദൻ അങ്ങനെ പറയുമെന്ന് കരുതുന്നില്ല എന്നും അത്തരം വാർത്തകൾ തെറ്റാണെന്നും ഇ.പി. ജയരാജൻ പറയുന്നു. ഒരു തരത്തിലും അങ്ങനെ ഒരു വാർത്ത അദ്ദേഹം പറയാൻ സാധ്യതയില്ല. എൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. LDF കൺവീനർ സ്ഥാനത്ത് മാറി എന്നുള്ളത് ശരിയാണ്. അതിന് മാറ്റിയതല്ല മാറിയതാണ്. തിരുത്തണമെങ്കിൽ എൻ്റെ കുറ്റം എന്തെങ്കിലും എൻ്റെ മുമ്പിൽ വരണ്ടേ? എൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു പ്രശ്നവും എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. അങ്ങനെ ഗോവിന്ദൻ മാഷ് പറയാനും സാധ്യതയില്ല. ഇത് തെറ്റായിട്ടുള്ള പ്രചരണമാണ്. കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേർന്നു. നിഖിൽ, പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് തെറ്റ്, അത് ഒരു തിരഞ്ഞെടുപ്പ് ദിവസം വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അതിലും വലിയ തെറ്റെന്ന് സമ്മേളനങ്ങളിൽ വിമർശനമുയർന്നു. പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതൊന്നും നടന്നിട്ടില്ല, താൻ സ്വയമായി മാറിയതാണ്. അങ്ങനെയാണോ ഇ.പി. ജയരാജന്റെ പ്രതികരണം? ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നേരത്തെ ഇ.പി. ജയരാജൻ കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ കെട്ടടങ്ങിയ സമയത്താണ് ഇപ്പോൾ ഇ.പിയുടെ തന്നെ ഈ വിഷയത്തിലെ പ്രതികരണം വന്നിരിക്കുന്നത്. കൺവീനർ എന്ന നിലയിൽ തന്റെ പ്രവർത്തനങ്ങളിൽ വീഴ്ച പറ്റിയിട്ടില്ല. എം.വി. ഗോവിന്ദൻ അത്തരത്തിൽ പ്രതികരണം നടത്തുമെന്നും കരുതുന്നില്ല. പാർട്ടി സമ്മേളനത്തിൽ തനിക്കെതിരെ വിമർശനം ഉയർന്നു എന്ന വാർത്ത തെറ്റാണെന്നും പറയുകയാണ് ഇ.പി. ജയരാജൻ. മാത്രമല്ല LDF കൺവീനർ സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റിയതല്ല, താൻ സ്വയം മാറിയതാണ് എന്നും ഇ.പി. ജയരാജൻ പറയുന്നു. നിഖിൽ അളവൂറുണ്ട്. നിഖിൽ, പ്രകാശ് ജാവ്ദേക്കറെ കണ്ട കാര്യം തെറ്റ്, ഇ.പി. അക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത് അതിലും വലിയ തെറ്റ്. പക്ഷേ കൺവീനർ സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റിയതല്ല, താൻ മാറിയതാണെന്നാണ് ഇ.പി. ഇപ്പോൾ പറയുന്നത്, അല്ലേ? ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. കാരണം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പി. ജയരാജൻ മാറിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് ഇപ്പോഴും CPIM-നകത്ത് അവസാനിച്ചിട്ടില്ല. അത് മാത്രമല്ല, CPIM-ന്റെ ജില്ലാ സമ്മേളനങ്ങളിൽ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനങ്ങളിലും ഒപ്പം പത്തനംതിട്ടയിലെ സമ്മേളനത്തിലുമെല്ലാം തന്നെ ഇ.പി. ജയരാജനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിനിടയിലാണ് ഈ തിരുവനന്തപുരം സമ്മേളനത്തിൽ ഇ.പി. ജയരാജനെതിരെ വിമർശനമുയരുകയും മറുപടി പ്രസംഗത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ഇ.പി. പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല എന്നും മാത്രമല്ല തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും തിരുത്താൻ തയ്യാറായില്ല എന്നും അതുകൊണ്ടാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നും മറുപടി നൽകി എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വന്നിരുന്നു. ഈ വാർത്തകളോടാണ് ഇ.പി. ജയരാജൻ ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഇ.പി. ജയരാജൻ പറയുന്നത് തന്നെ അങ്ങനെ മാറ്റിയതല്ല, സ്വയം മാറിയതാണ്. ഇ.പി. ജയരാജൻ ഒരുപക്ഷെ ഈ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയത് മുതൽ ഇങ്ങോട്ട് ആവർത്തിച്ച് പറയുന്നത് ഇക്കാര്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും അത് പാർട്ടിയുടെ ഈ ജില്ലാ സമ്മേളന പ്രതിനിധികളെ അടക്കം ബോധ്യപ്പെടുത്താൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ പ്രതിനിധികൾക്കൊന്നും അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് ഈ ചർച്ചകൾ നടക്കുന്നു എന്നത് വ്യക്തമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇ.പി. ജയരാജൻ പറയുന്നത് തന്റെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, ഇന്നലെയും ഇന്നുമെല്ലാം തന്നെ ഇ.പി. ജയരാജനോട് നമ്മൾ പ്രതികരണം ചോദിക്കുമ്പോൾ എടുത്തു ചോദിക്കുന്ന കാര്യം ഈ ജാവ്ദേക്കറുമായി ഉള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവാദത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം ഇ.പി. ജയരാജൻ പറയുന്നത് 1.5 വർഷം മുൻപ് താൻ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ജാവ്ദേക്കർ തന്നെ കാണുന്നു. അത് പിന്നീട് തെരഞ്ഞെടുപ്പ് ദിവസം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു. അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നതാണ് ഇ.പി. ജയരാജൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്ന വാദം. പക്ഷേ ആ വാദം ആ നിലയ്ക്ക് പാർട്ടി പ്രവർത്തകരിലോ അല്ലെങ്കിൽ ഈ പാർട്ടി നേതൃത്വത്തിനോ ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ നടക്കുന്നത്. ഈ എം.വി. ഗോവിന്ദൻ മാഷും ഒരു ഘട്ടത്തിൽ ഈ കാര്യം തള്ളിക്കളഞ്ഞിരുന്നു. കാരണം CPIM-ന്റെ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാതിരുന്ന ഒരു സമ്മേളനത്തിലാണ് നിങ്ങൾ ഈ ചർച്ച നടന്നു എന്ന് പറയുന്നത്, അങ്ങനെ ഒരു മറുപടി ഞാൻ നൽകി എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, അസംബന്ധമാണ്, മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന അസംബന്ധ വാർത്തയാണ് എന്ന നിലയ്ക്കാണ് ഈ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ അതിനോട് പ്രതികരിച്ചത്. പക്ഷേ ഇ.പി. ജയരാജൻ കഴിഞ്ഞ ദിവസത്തെ ഈ സംഘടനാ റിപ്പോർട്ടിലുള്ള മറുപടിയിൽ പോലും ഈ എം.വി. ഗോവിന്ദൻ പറഞ്ഞത് ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പ്രവർത്തന രംഗത്തെ പോരായ്മ കൊണ്ടെന്നായിരുന്നല്ലോ.
ഉള്ള ചർച്ചയ്ക്ക് എം വി ഗോവിന്ദൻ മാസ്റ്റർ നൽകിയ മറുപടി ഇത്തരത്തിലായിരുന്നു. ഇ പി ജയരാജന് LDF കൺവീനർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മികച്ചതായിരുന്നില്ല, പല വീഴ്ചകളും ഉണ്ടായി. പ്രത്യേകിച്ചും ഈ ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള വീഴ്ചകളുണ്ടായി. ആ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ പോലും അത് തിരുത്താൻ ഇ പി ജയരാജന് സാധിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്ന ഒരു മറുപടിയാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ നൽകിയത്. പക്ഷേ പിന്നീട് പുറത്ത് മാധ്യമങ്ങളോട് പറയുമ്പോൾ തങ്ങൾ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല, പാർട്ടി സമ്മേളനത്തിനകത്ത് നടന്ന ചർച്ചയാണ്, അതെന്താണ് അങ്ങനെ നിങ്ങൾ പറയുന്ന വാർത്ത അസംബന്ധമാണ് എന്ന നിലയിൽ അവർ അത് തള്ളിക്കളയുന്നുണ്ട്. പക്ഷേ ഈ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ ആവർത്തിച്ച് ഇ പി നിഖിൽ, തന്നെയാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പോലും പറഞ്ഞത്. പ്രവർത്തന രംഗത്തെ പോരായ്മയുണ്ടായിരുന്നു, LDF കൺവീനറെ മാറ്റി തെറ്റിതിരുത്തി പാർട്ടി മുന്നോട്ട് പോവുകയാണ്. തിരഞ്ഞെടുപ്പ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായി, അതിനുശേഷവും EP വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള മറുപടിയിൽ എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒന്നും എം വി ഗോവിന്ദൻ പറയില്ല, തനിക്കെതിരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ് എന്നാണ് ഇപ്പോൾ EP ജയരാജൻ പറഞ്ഞത്.